ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിനെ കർത്താവ് ദീർഘമാക്കി നൽകി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് അവസരം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നാം എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ് നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നത്. അതിനെ നിഷേധിക്കുന്ന ധാരാളം പേരുണ്ടാകും. അവർക്കൊക്കെ വേഗത്തിൽ ഈ സത്യം ദൈവം തന്നെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പക്ഷേ നമ്മുടെ ദൈവത്തെ നല്ലതുപോലെ അറിയാം. ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തിയവനും നമ്മുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് കൂട്ടായ്മ കാണിച്ചവനും ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് രക്ഷിച്ചവനുമായ നമ്മുടെ കർത്താവിനെ നമുക്ക് മറന്നു പോകുവാൻ സാധ്യമല്ല. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു നല്ല തിരഞ്ഞെടുപ്പാണ് ലഭിച്ചത്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠന്മാർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരും, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷന്മാർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠന്മാരുമാകും. കാരണം ലോകം ഇവിടെയുള്ള മിടുക്കന്മാരെ അംഗീകരിക്കുമ്പോൾ ദൈവം അവരെ തള്ളിക്കളയും. ഇവിടെയുള്ള സാധുക്കളെ ഒരു പരിഗണനയും കൂടാതെ ലോകം തള്ളിക്കളയുമ്പോൾ അവരെ ദൈവം ശ്രേഷ്ഠരായി എണ്ണി തൻ്റെ കൂടെ ചേർക്കും. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വെറും സാധാരണക്കാരായിരുന്നു. പ്രസിദ്ധരായ ആരും യേശുവിൻ്റെ കൂടെ ഇല്ലായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ മുഖ്യവന്മാർ. യേശു സഹകരിച്ച ആളുകൾ വെറും സാധാരണക്കാർ. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗം പേരും പാപികൾ അല്ലെങ്കിൽ ലോകത്തിന് അറപ്പുള്ള വ്യക്തികളായിരുന്നു. യേശു പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്തു. ആ സ്നേഹം ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നു, പാപികളെ രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. അതെ, പാപലോകത്തിൽ നിന്ന് മനുഷ്യന് മുക്തി നൽകുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിമിത്തം കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ പാപങ്ങൾ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുവാൻ സഹായിച്ചു. സങ്കീർത്തനക്കാരനായ ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ടുകാലത്തൊക്കെ ധാരാളം വസ്തുവകകളുള്ള കുടുംബങ്ങളിൽ മക്കളും ധാരാളം പേർ കാണും. ഏക്കർ കണക്കിന് വസ്തുക്കൾ വീതം വെച്ച്
കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ സമയത്ത് ഒരു അളവുകാരനെ വിളിക്കും. വസ്തു അളക്കുവാൻ മിടുക്കനായ ഒരു അളവുകാരനെ വിളിക്കും. അദ്ദേഹം അളക്കുന്നതിന് ചങ്ങലയും അതിൻ്റെ ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് വരും. വസ്തുക്കൾ അപ്പൻ പറയുന്നതനുസരിച്ച് ഓരോരോ ഭാഗങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി മാർക്ക് ചെയ്തിടും. ഒരു വലിയ കുടുംബത്തിൽ ധാരാളം വസ്തുവകകൾ ഉണ്ടെങ്കിലും ചില വസ്തുക്കൾ മാത്രം ഏറ്റവും നല്ല വിലയുള്ളതും കണ്ണായ ഭൂമിയുമായിരിക്കും. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. അത് കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചാലും അത് വീതം വെച്ച് വരുമ്പോൾ ഏറ്റവും അധികം അപ്പനെ സ്നേഹിക്കുന്നവർക്കായിരിക്കും ആ ഭാഗം കിട്ടുക. അതിനെ തുടർന്ന് പിന്നെ കശപിശയും തർക്കവും വഴക്കും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇന്ന് അളവുനൂലൊക്കെ മാറി. ഇന്ന് ഡിജിറ്റൽ സർവേയുടെ കാലഘട്ടമാണ്. ഒരു മെഷീൻ കൊണ്ട് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിനെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയ എല്ലാം ആ മെഷീനിൽ കിട്ടും. അപ്പോൾ ഈ അളവ് നൂൽ, വസ്തു അളക്കുന്നതായ ഈ ഒരു നൂല്, ദാവീദ് പറയുന്നു, എനിക്ക് മനോഹര ദേശത്താണ് വീണത്. സ്തോത്രം. എനിക്ക് നല്ല ഒരു ഓഹരിയാണ് ലഭിച്ചത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓഹരി എനിക്ക് ലഭിച്ചു. ദാവീദിന് ഈ ഓഹരി ലഭിച്ചത് എവിടെയാണെന്നറിയാമോ? സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ മനോഹര ദേശം, സ്വർഗരാജ്യം, അവിടെ നമുക്ക് അവകാശം ലഭിക്കും. അവിടെ നമ്മൾ ഭൂമിയിൽ വസ്തു അളക്കുന്നത് പോലെ കുറേ സ്ഥലം മോശവും കുറേ സ്ഥലം നല്ലതുമെന്നൊന്നുമില്ല. എല്ലാം ഒരുപോലെ കണ്ണായ സ്ഥലമാണ്. സ്തോത്രം. അവിടെ ആർക്കും പരാതി ഉണ്ടാവുകയില്ല. അവിടെ മുഖപക്ഷം ഉണ്ടാവുകയില്ല. അവിടെ തമ്മിൽ അടിയുണ്ടാവുകയില്ല. കണ്ണുനീരും പരിഭവവും പരാതിയും രോഗവും ദുഃഖവും ഒന്നുമില്ലാത്ത സ്വർഗരാജ്യത്തിൽ ഓഹരി ലഭിക്കുന്നത് ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ സമ്പത്ത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ സ്ഥലം വാങ്ങിക്കാൻ പറ്റുകയില്ല. പിന്നെ എന്തു ചെയ്യണം? കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുക, കർത്താവിനെ അനുസരിക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ ജീവിക്കുക. ഒരു പാപപങ്കിലമായ ജീവിതം സകല മനുഷ്യർക്കുമുണ്ട്. ആ ലോകത്തിൽ നിന്ന് ഗുഡ് ബൈ പറയുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാത്തവർ ചെയ്യേണ്ടത്. ധാരാളം പേർ ഈ ദൈവവചനം അനുസരിക്കുവാനും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ധാരാളം പേർ വേഗത്തിൽ ഈ മനോഹര ദേശത്തെത്തുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോടായി എനിക്ക് പറയുവാനുള്ളത്, സമയം തക്കത്തിൽ വിനിയോഗിക്കുക. അവരവരുടെ ഓഹരി വേഗത്തിൽ പ്രാപിക്കുക. അതിന് യോഗ്യത നേടുക. സ്തോത്രം. ഒരു രൂപ പോലും ചെലവില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട്, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, വായിക്കൊണ്ട് ഏറ്റുപറയുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ മനോഹര ദേശത്ത് എല്ലാവർക്കും എത്തുവാൻ സാധിക്കും. അവിടെ ഒരു സ്ഥല പരിമിതിയുമില്ല. എത്ര കോടി ആളുകൾ ചെന്നാലും അതിന് തക്കവണ്ണമുള്ള എല്ലാ സ്ഥല സൗകര്യങ്ങളും അവിടെ ഉണ്ട്.
എല്ലാവർക്കും തുല്യമായി ആ ദേശം, സ്വർഗരാജ്യം കർത്താവ് വീതിച്ചു കൊടുക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി യോഗ്യത നേടിയവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും അതിനുവേണ്ടി ഒരുങ്ങാനുള്ളവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ അവരവരുടെ പങ്ക് സ്വന്തമാക്കുവാൻ, ആ ദൈവരാജ്യത്തിൽ എത്തിച്ചേർന്ന് ദൈവത്തോടൊപ്പം വസിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.